എല്ലാ തവണയും നമുക്ക് ഓരോ ഘട്ടങ്ങളിലായി ബമ്പർ സമ്മാനങ്ങൾക്ക് വലിയ കൗതുകമുണ്ട്, അങ്ങനെ വലിയൊരു ആരവമുണ്ട്, സന്തോഷമുണ്ട്, പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷ എന്ന് പറയുമ്പോൾ ഈ ഒന്നാം സമ്മാനത്തിൽ നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്ന ആ സീരീസിലെ അത് 20 കോടി ആർക്ക് എന്നുള്ളതാണ് വലിയൊരു കൗതുകമാണ് ഇത്തവണയും, അല്ലേ ഹരി? തിരുവോണം ബമ്പറിന് ശേഷം ഈ ക്രിസ്തുമസ് പുതുവത്സര ബമ്പർ വരുമ്പോൾ ആർക്കായിരിക്കും ഈ ഒന്നാം സമ്മാനം അടിച്ചത്, 20 കോടി അടിച്ചത് ആർക്കാണ് എന്നുള്ള ഒരു കൗതുകം നമുക്ക് എല്ലാവർക്കും ഉണ്ട്. XC138455 എന്ന നമ്പറിനാണ് ഒന്നാം സമ്മാനം അടിച്ചിരിക്കുന്നത്. 20 കോടി രൂപ ഒന്നാം സമ്മാനം. ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടാം സമ്മാനം നേടിയ 20 പേർക്കുള്ള ആ നറുക്കെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് രണ്ടാം സമ്മാനമായ 1 കോടി രൂപ 20 പേർക്കാണ് നൽകുന്നത്. ആ നറുക്കെടുപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ തന്നെ 2, 4, 6 പേർക്കുള്ള സമ്മാനമായി കഴിഞ്ഞു. 6 നറുക്കെടുപ്പ് കഴിഞ്ഞു. ഇനി 14 പേർക്ക് കൂടി സമ്മാനമുണ്ട്. അപ്പോൾ അത് ഓരോ സീരീസായിട്ട് വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇത് കൂടാതെ സമ്മാനങ്ങൾ ഒരുപാടുണ്ട്. മൂന്നാം സമ്മാനമായിട്ട് 10 ലക്ഷം രൂപ വീതം 20 പേർക്ക് ഉണ്ട്. നാലാം സമ്മാനമായി 3 ലക്ഷം രൂപ വീതം 20 പേർക്കുണ്ട്. അഞ്ചാം സമ്മാനമായി 2 ലക്ഷം രൂപ വീതം 20 പേർക്കുണ്ട്. അപ്പോൾ 55 ലക്ഷത്തോളം. ഇപ്പോൾ ഒന്നാം സമ്മാനം ലഭ്യമായിരിക്കുന്ന ജില്ല കോട്ടയം എന്നാണ് അറിയാൻ കഴിയുന്ന. കോട്ടയത്ത് ഏതെങ്കിലും ഏജൻസിയിൽ നിന്നും വാങ്ങിക്കൊണ്ടുപോയതാണോ, അതല്ല കോട്ടയത്തുകാർ ആരെങ്കിലും മറ്റു ഏജൻസിയിൽ നിന്നും? ആ ഏജൻസി നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. K5573 കോട്ടയത്ത് ആ ഏജൻസി നമ്പർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. K5573 എന്ന ഏജൻസിയിൽ വിറ്റ ടിക്കറ്റിനാണ് സമ്മാനം, ഒന്നാം സമ്മാനം കിട്ടിയിരിക്കുന്നത്. അതായത് കോട്ടയത്ത് സുധീക് എന്നാണ് ആ ഏജൻസി ഉടമയുടെ പേരെന്ന് തോന്നുന്നു, അതോ ഇനി കടയുടെ പേരാണോന്ന് അറിയില്ല. അപ്പോൾ ഏജൻസിയുടെ നമ്പറാണ് നമുക്ക് ലഭ്യമായിരിക്കുന്നത്. ഹരി, എന്തായാലും കോട്ടയത്ത് വിറ്റ ടിക്കറ്റ് ആണ് എന്നുള്ള കാര്യം കൺഫേം ചെയ്യാം. ആ ഏജൻസിയിൽ വിറ്റ ടിക്കറ്റ് ആണ് എന്നുള്ള കാര്യം നമുക്ക് അറിയുന്നുണ്ട്. പക്ഷെ അത് ആ ഏജൻസിയിൽ വിറ്റെങ്കിൽ അത് ചിലപ്പോൾ മറ്റ് കടകളിലേക്ക് കൊടുത്തതാവാം. അത് ചിലപ്പോൾ കോട്ടയത്തുള്ളവരായിരിക്കും അതെടുത്തത്, അല്ലെങ്കിൽ മറ്റാരെങ്കിലും കോട്ടയത്ത് പോയെടുത്തതായിരിക്കാം. അത് ആരായിരിക്കും ആ ഭാഗ്യവാൻ? അതായത് അടിച്ച മോനെ എന്ന് പറയാം ആ നമ്പറിൽ. അപ്പോൾ നമുക്ക് ഈ ഹരി, അതായത് എല്ലാ തവണയും ഇങ്ങനെ ഒരു കൗതുകമുണ്ടാകുന്നത് ഇത്ര വലിയ നമ്പറിലുള്ള സമ്മാനമാണ്. അല്ലെങ്കിൽ 20 കോടി എന്ന് പറയുമ്പോൾ ആ 20 കോടി അവിടുത്തെ നമ്മുടെ ഈ ടാക്സ് എല്ലാം കൂടെ കഴിച്ച് കിട്ടുമ്പോൾ ഏകദേശം എത്ര കയ്യിൽ കിട്ടും? അതായത് നമുക്കിപ്പം 25 കോടിയാണ് ഓണം ബമ്പർ. അതിൽ തന്നെ നേരത്തെ നമ്മൾ കണക്കൂട്ടിയപ്പോൾ ഒരു 12 ആ റേഞ്ചിനൊക്കെയാണ് കൈ കിട്ടുന്നത്. അപ്പോൾ അതിന്റെ ടാക്സ്, എന്റർടൈൻമെന്റ്, അങ്ങനെ കുറച്ച് നികുതി തന്നെ കുറച്ച് പൈസ കട്ട് ചെയ്ത് പോകും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആയിരിക്കും. അതായത് 20 എന്ന് പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 10 ആ റേഞ്ചിനായിരിക്കും കൈ കിട്ടുക. 10, 11 അത് കൃത്യമായി എനിക്കിപ്പോൾ പറഞ്ഞുതരാൻ പറ്റില്ല. കാരണം അത് 20 വെച്ച് നമുക്ക് കണക്കൂട്ടി നോക്കണം. നമ്മളന്ന് 25 വെച്ച് കണക്കൂട്ടിയപ്പോൾ ഉള്ള ഓർമ്മയിലാണ് ഞാൻ സംസാരിച്ചത്. പക്ഷേ 20 വെച്ച് കണക്കൂട്ടുമ്പോൾ എനിക്ക് തോന്നുന്നു 10, 11 ആ റേഞ്ചിനുള്ള എമൗണ്ട് കയ്യിൽ കിട്ടാനുള്ള സാധ്യതയാണ് കാണുന്നത്. എന്തായാലും വലിയ നറുക്കെടുപ്പാണ്. നമ്മളെ കേരളത്തെ സംബന്ധിച്ച് ഈ ബമ്പർ നറുക്കെടുപ്പ് എന്ന് പറയുമ്പോൾ അത് ഓണം ബമ്പർ നറുക്കെടുപ്പ്, ക്രിസ്മസ് ബമ്പർ നറുക്കെടുപ്പ്, പിന്നീട് പൂജാ ബമ്പർ നറുക്കെടുപ്പ്, മൺസൂൺ ബമ്പർ നറുക്കെടുപ്പ്, ഇതൊക്കെ വലിയ പ്രതീക്ഷയോടുകൂടി നമ്മൾ ഉറ്റുനോക്കുകയാണ്. അവിടുത്തെ ഒന്നാം സമ്മാന അർഹരായിട്ടുള്ള ആളുകൾ, അവർക്കൊക്കെ കൈകളിലേക്ക് കിട്ടുന്ന വലിയൊരു തുകയാണ്. ആ തുക അവർ കയ്യിലേക്ക് കിട്ടുന്ന ഒരു സമയത്തിന് മുന്നോടി വലിയ ആകാംക്ഷയാണ് കരുതി വെക്കുന്നത്. കാരണം പലപ്പോഴും ഇതിന്റെ പുറത്തേക്ക് വരാറില്ല. ഏജന്റിന്റെ പേരാണ് സുധീക്. ഏജന്റ് കോഡ് K5573. ഏജന്റിന്റെ പേര് സുധീക് എന്നാണ്. നേരത്തെ പ്രതീക്ഷ പറഞ്ഞതുപോലെ തന്നെ സുധീക് എന്നാണ് ആ ഏജന്റിന്റെ പേര്. ഏജൻസിയുടെ പേരല്ല, ഏജന്റിന്റെ പേരാണ് സുധീക് എന്ന്. അതായത് കോട്ടയത്ത് സുധീക് എന്ന ഏജന്റ് വിറ്റ ടിക്കറ്റിനാണ് ഇപ്പോൾ ഒന്നാം സമ്മാനം അടിച്ചത്. നമ്മുടെ റിപ്പോർട്ടർ ഷിനോജ് അല്പസമയത്തിനകം കോട്ടയത്താണെങ്കിൽ കോട്ടയത്ത് നിന്നുള്ള വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ഉടൻ ചേരും. എന്തായാലും കോട്ടയത്ത് നിന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ കഴിയുകയാണ്. കോട്ടയത്ത് വിറ്റ ടിക്കറ്റിനാണ്. അവിടുത്തെ ഏജൻസി ഉടമയുടെ പേര് സുധീക് എന്നാണ്. അപ്പോൾ ഒരിക്കൽ കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകർ, ലോട്ടറി എടുത്ത ആളുകൾ, ഇവരൊക്കെ ഒന്നുകൂടി ശ്രദ്ധിക്കുക. XC സീരീസിലാണ് ഒന്നാം സമ്മാനം. അത് 20 കോടി രൂപയാണ്. 138455. ഒരിക്കൽ കൂടി 138455. ഇതാണ് XC സീരീസിനാണ് ഒന്നാം സമ്മാനം. പിന്നീട് 20 സമ്മാനങ്ങൾ, അത് രണ്ടാം സമ്മാനമാണ്. ആ രണ്ടാം സമ്മാനത്തിലുള്ള നറുക്കെടുപ്പ് ഇപ്പോൾ പുരോഗമിക്കുന്നു, അവസാന ഘട്ടത്തിലേക്ക് എത്തുന്നു. പിന്നീട് മൂന്നാം സമ്മാനം, പിന്നീട് ചെറു സമ്മാനങ്ങൾ, ഇതൊക്കെ ഓൺലൈനിൽ അല്പസമയത്തിനകം തന്നെ ലോട്ടറി വകുപ്പിന്റെ ഓൺലൈനിലൊക്കെ അപ്ഡേറ്റ് ചെയ്യും. അതിന് മുന്നോടിയായി നമ്മൾ ഓരോ നമ്പറുകളും, ഒന്നാം പ്രതീക്ഷ കാഞ്ഞിരപ്പള്ളി, അതായത് കോട്ടയത്ത് കാഞ്ഞിരപ്പള്ളി ഭാഗത്തു നിന്നാണ് ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എന്നുള്ള വിവരമാണ് നമുക്കറിയുന്നത്. അതായത് കാഞ്ഞിരപ്പള്ളി, സുധീക് എന്ന് പറയുന്ന ഏജന്റ് കാഞ്ഞിരപ്പള്ളി ഭാഗത്ത് നിന്നാണ് ടിക്കറ്റ് വിറ്റിരിക്കുന്നത് എന്നുള്ള വിവരമാണ് കിട്ടുന്നത്. അപ്പോൾ പാലക്കാടേക്ക് പോയില്ല, പാലക്കാട് പോയില്ല, അല്ലെങ്കിൽ വയനാട് പോയില്ല. വയനാട് ഉണ്ടായിരുന്നു, പാലക്കാട് ഉണ്ടായിരുന്നു. അപ്പോൾ
ഇപ്പൊ എന്തായാലും കോട്ടയത്താണ് മധ്യ കേരളത്തിൽ കിടന്ന് കറങ്ങുകയാണ് ടിക്കറ്റ് ആ ഭാഗ്യശാലി. അത് ആരായിരിക്കും എന്നുള്ളതാണ് ഇനി അറിയുന്നത്. ഇനി ഇവിടെ നിന്ന് കോട്ടയത്ത് നിന്ന് പറയുമ്പോൾ ഒരുപാട് പേര് അവിടെ നിന്ന് നമുക്ക് പാലക്കാട് നേരത്തെ ഒരുപാട് പേര് വന്നു പോകുന്ന ഒരു സ്ഥലമാണ്, അതിർത്തി പ്രദേശമാണ്. അങ്ങനെയൊക്കെ അയൽ സംസ്ഥാനങ്ങളിലേക്ക് നമുക്ക് നോക്കൂ, ഈ 2020-23 ശേഷമൊക്കെയുള്ള ടിക്കറ്റ് നോക്കുമ്പോൾ, വിൽപ്പന നോക്കുമ്പോൾ പലപ്പോഴും ഇതിന്റെ ഒന്നാം സമ്മാനങ്ങൾ അയൽ സംസ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്, നമ്മുടെ കേരളം കടന്ന് പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഈ മധ്യ കേരളത്തിലാണ് വിറ്റ ടിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സൂചന ലഭ്യമാകുന്നത് ഒരുപക്ഷേ കേരളത്തിലുള്ളവർ തന്നെ ആയിരിക്കാമെന്നും ഏതാണ്ട് 90% നമുക്ക് ഉറപ്പിക്കാം. അങ്ങനെ നമുക്ക് പ്രതീക്ഷിക്കാം. അതെ, പ്രതീക്ഷിക്കാം. അന്ന് തിരുവോണം മെമ്പർ ഒരു സമയത്ത് തിരുവനന്തപുരത്ത് വിറ്റ ടിക്കറ്റ് അത് പുറത്തുനിന്ന് വന്ന് എടുത്ത ആളാണ്. അതായത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ വന്ന് ടിക്കറ്റ് എടുത്ത് മടങ്ങിപ്പോയ ഒരാളാണ് അന്ന് ബമ്പർ അടിച്ചത്. പ്രജീഷിന് ഓർമ്മയുണ്ടാവും. പക്ഷെ ഇത് കോട്ടയത്തായതുകൊണ്ട് പ്രജീഷ് പറഞ്ഞതുപോലെ അതിർത്തി പ്രദേശമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുന്നൊക്കെ വന്ന് ടിക്കറ്റ് എടുത്തവരായാം, അല്ലെങ്കിൽ കോട്ടയത്ത് എന്തെങ്കിലും ആവശ്യത്തിനൊക്കെ വന്നിപ്പോൾ ഈ ബമ്പർ എടുക്കുന്നവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിൽ നിന്ന് ചിലപ്പോൾ ഓരോന്നായിട്ട് എടുക്കും. അപ്പോൾ ഓരോ ബൾക്കായിട്ട് എടുക്കും, പിന്നീട് ഈ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ചേർന്ന് ഒരു ഗ്രൂപ്പായിട്ട് എടുക്കും. അങ്ങനെയുണ്ട്. അതുകൂടാതെ ഇപ്പോൾ സമ്മാനം തുടർച്ചയായിട്ട് അടിക്കുന്നത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പാലക്കാട്, ഇപ്പോൾ പാലക്കാട് പോയി എടുത്താലോ അവിടുന്ന് ഒരു ടിക്കറ്റ് എടുത്ത് വരണം എന്ന് പറഞ്ഞ് വിടുന്നവരുണ്ട്. ഇതുകൂടാതെ വയനാട് പോയി ടിക്കറ്റ് എടുത്ത് വരണമെന്ന് പറയുന്നത്. അപ്പം സമ്മാനം കൂടുതൽ അടിക്കുന്ന ജില്ല ഉണ്ടെങ്കിൽ അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാൻ അതൊരു പ്രതീക്ഷയുടെ ഭാഗമായിട്ടാണ് അങ്ങനെ എടുക്കുന്നത്. അതൊക്കെ ലോജിക് ഉണ്ടോ എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ എല്ലാവർക്കും ഒരു വിശ്വാസം പോലെയാണ്. പാലക്കാട് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ അവിടെ അടിക്കും, തിരുവനന്തപുരത്ത് എടുത്തു കഴിഞ്ഞാൽ അവിടെ അടിക്കും. അങ്ങനെയൊക്കെയുള്ള ചില പ്രതീക്ഷകളാണ്. ഇതൊക്കെ ഒരു മാജിക്ക് പോലെ, അല്ലെങ്കിൽ ഒരു ലോട്ടറി എന്ന് പറയുമ്പോൾ ആ രീതിയിലൊരു കളിയാണല്ലോ. അപ്പോൾ എന്തായാലും ഇപ്പോഴത്തെ സമ്മാനം നമുക്ക് നിലവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ചാണെങ്കിൽ കോട്ടയത്തെ ഏജന്റാണ് വിറ്റിരിക്കുന്നത്. സുധിക് എന്ന ഏജന്റിന്റെ പേര് മാത്രമാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമായിരിക്കുന്ന ഒരു പേര്. പക്ഷെ അത് സമ്മാന അർഹമായിട്ടുള്ള വ്യക്തി ആര്, ആ വ്യക്തി പുറത്തേക്ക് മാധ്യമങ്ങൾക്ക് മുൻപിലേക്ക് അല്ലെങ്കിൽ ചിത്രത്തിലേക്ക് വരാൻ താല്പര്യപ്പെടുമോ? സാധാരണ ഹരി, കഴിഞ്ഞ കാലത്ത് ബമ്പർ സമ്മാനം നേടിയ ആളുകളൊക്കെ ഇങ്ങനെ മടിച്ചു നിന്നിട്ടുണ്ടല്ലേ പുറത്തേക്ക് വരാനൊക്കെയുള്ള മടി. അതായത് തിരുവോണം ബമ്പർ ആദ്യം എടുത്ത അനൂപിന് ലഭിച്ചത് ഓർമ്മ ഉണ്ടാവുമല്ലോ. അതിനുശേഷം പല ഭാഗ്യശാലികളും മടിച്ചു നിന്നിട്ടുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? അത് സ്വാഭാവികമല്ലേ. അന്ന് അനൂപ് അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പിന്നെ സോഷ്യൽ മീഡിയയിലെയും നമ്മോടൊക്കെ സംസാരിച്ചപ്പോൾ അനൂപ് പറഞ്ഞതാണ്. കാരണം വെച്ചാൽ അതായത് നിവൃത്തിയില്ല. ഈ ഭാഗ്യശാലി കോടിപതിയാണ് എന്ന് അറിഞ്ഞാൽ തന്നെ അയാളെ സമീപിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. പണത്തിന് വേണ്ടിയിട്ടാണെങ്കിലും മറ്റ് സഹായത്തിന് വേണ്ടിയിട്ടായാലും എന്തിനു വേണ്ടിയിട്ടായാലും. അപ്പോൾ അങ്ങനെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ് അത് മനസ്സിലാക്കിയോണ്ടാണ് മറ്റുള്ളവരും അങ്ങനെ ചിന്തിച്ചു തുടങ്ങിയത്. അതായത് മിണ്ടാതിരിക്കുന്നതാണ് നല്ലത്, 1, 2, 3 ദിവസം മിണ്ടാതിരുന്നാൽ മതി, ആ പണം എനിക്കുള്ളത് തന്നെയാണല്ലോ എന്ന് കരുതി മിണ്ടാതിരിക്കുന്നവരാണ് പിന്നെ കണ്ടത്. പക്ഷെ ഇതിനിടയിൽ 1-2 പേരൊക്കെ പുറത്തു വരെയൊക്കെ ചെയ്തിരുന്നു. അത് ഓരോരുത്തരുടെ സന്മനസ്സുള്ള കൂടുതൽ ആളുകളുണ്ട്. കാരണം വെറുതെ കിട്ടുന്ന പൈസയാണ്. പൈസ കിട്ടുമ്പോൾ എന്തായാലും പാവങ്ങൾക്കും സാധാരണക്കാർക്കൊക്കെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് മനസ്സോടുകൂടി പുറമേ തന്നെ ഒരു സങ്കോചവും ഇല്ലാതെ പ്രത്യക്ഷപ്പെടുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. പറഞ്ഞതുപോലെ തിരുവനന്തപുരത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായിരുന്ന വ്യക്തി, പേരൊരിക്കൽ കൂടി നേരത്തെ അന്ന് 2020 അടിച്ച നേരത്തെ പറഞ്ഞു. അതായത് പിന്നെ പുള്ളി ആ പൈസ കൊണ്ട് അക്കൗണ്ടിൽ ഇട്ടു, ഓർക്കുന്നു. ഇതിപ്പോ ഒരു കാര്യം കൂടി നമ്മൾ പറയണം. കോട്ടയം ജില്ലയിലെ സുധീഖിന് ഒന്നാം സമ്മാനാർഹമായ ടിക്കറ്റ് വിറ്റു. ആ സീരീസിൽ തന്നെ ബാക്കിയുള്ള 9 പരമ്പരകൾക്ക് 1 ലക്ഷം രൂപ സമാശ്വാസ സമ്മാനം ഉണ്ട് കേട്ടോ. ഇതിപ്പോ നമ്മുടെ ഒന്നാം സമ്മാനം XC138455 എന്ന നമ്പർ ടിക്കറ്റിനാണ്. പക്ഷെ എങ്കിലും ആ സീരീസ്, മറ്റ് സീരീസ് ഉണ്ടാവുമല്ലോ, ആ സീരീസ് ഇതേ സെയിം നമ്പർ ആയിട്ടുള്ളവർക്ക് ഇതേ നമ്പർ വരുന്ന മറ്റ് 9 പരമ്പരകൾക്ക് 9 സീരീസുകൾക്ക് 1 ലക്ഷം രൂപ വീതം സമാശ്വാസ സമ്മാനവും ഇതിന്റെ കൂട്ടത്തിലുണ്ടാകും. ആ കാര്യം കൂടി ഓർക്കണം. അപ്പൊ സീരീസ് മാറിപ്പോയെന്ന് കരുതി വിഷമം ഉണ്ടാകും. പക്ഷെ അവർക്ക് 1 ലക്ഷം രൂപ വെച്ച് സമാശ്വാസ സമ്മാനം കൊടുക്കുന്നുണ്ട്. അതായത് 200 രൂപ വരെ അല്ലെങ്കിൽ 100 രൂപയ്ക്ക് അല്ലെങ്കിൽ 500 രൂപയ്ക്കുള്ള സമ്മാനങ്ങൾ പല സീരീസുകളിലെ ചെറു സമ്മാനങ്ങളൊക്കെ ഒരുപാട് പേർക്ക് ഉണ്ട് എന്നതാണ് ഈ നമ്മുടെ ലോട്ടറിയുടെ പ്രത്യേകത. കേരള ലോട്ടറി വകുപ്പ് അങ്ങനെ ബമ്പർ സമ്മാനങ്ങൾ പ്രഖ്യാപിക്കുന്ന സമയത്തൊക്കെ തന്നെ എല്ലാവർക്കും എല്ലാ ദിവസവും ഈ ദിവസത്തിലുള്ള ചെറു നറുക്കെടുപ്പൊക്കെ എല്ലാ ദിവസവും ഉണ്ട്. ഈ ബമ്പർ നറുക്കെടുപ്പിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് വലിയ തുക കൈകളിലേക്ക് വരുന്നു. മാത്രമല്ല ടിക്കറ്റിൻ്റെ വിലയും വലുതായിരിക്കാം. 400-500 രൂപയൊക്കെയാണ് ഈ ബമ്പർ ടിക്കറ്റിൻ്റെ വില. അപ്പോൾ വലിയ തുക തന്നെ സമ്മാന അർഹരായിട്ടുള്ള ആളുകളിലേക്ക് എത്തുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി നമ്മൾ പ്രേക്ഷകരിലേക്കും ലോട്ടറി എടുത്ത സുഹൃത്തുക്കളിലേക്കും ഒക്കെ പറയുന്നത്, നിങ്ങളുടെ നമ്പർ നോക്കുക, ലോട്ടറി ഒരിക്കൽ കൂടി പരിശോധിക്കുക. അവിടെ ഒന്നാം സമ്മാനം XC സീരീസ് 138455. ഈ ടിക്കറ്റ് വിറ്റിരിക്കുന്നത് കോട്ടയത്തെ സുധിക് എന്ന ഏജൻസി ഉടമ, ആ ഏജൻസിയിൽ നിന്നാണ് ടിക്കറ്റ് വിട്ടിരിക്കുന്നത്. ഇനി ആ വിറ്റുപോയ ടിക്കറ്റിൻ്റെ യഥാർത്ഥ അവകാശി 20 കോടിയുടെ ആ ഭാഗ്യശാലി ആരായിരിക്കാം എന്നതൊക്കെ ഇങ്ങനെ മനസ്സിൽ നമുക്ക് കൗതുകമായി നിൽക്കുന്നു. ഇനി അടിച്ചാൽ പറയണം എനിക്കാണ് അടിച്ചത് എന്ന്
തയ്യാറായി മുന്നോട്ട് വരണം. അങ്ങനെ മുന്നോട്ട് വരാൻ തയ്യാറാകുമ്പോൾ ഭാഗ്യശാലിയായിട്ടുള്ള വ്യക്തിയെ നമുക്ക് ചിത്രത്തിലൂടെ ദൃശ്യത്തിലൂടെ നമുക്ക് അറിയാൻ കഴിയുമോ എന്നൊക്കെ വളരെ കൗതുകമാണ്. ഇതാണ് ഈ ടിക്കറ്റിൻ്റെ ഈ ബമ്പർ സമ്മാനത്തിൻ്റെ കൗതുകവും പ്രത്യേകതയും ഒക്കെ തന്നെ. ആ ഒരു ജനകീയതയും ഒക്കെ ഇതാണ്. സവിശേഷമായൊരു നറുക്കെടുപ്പാണ്. ഇടക്കാലങ്ങളിലായി ഈ ബമ്പർ സമ്മാനങ്ങളിലൂടെ നമ്മൾ അങ്ങനെ നേരിട്ടും അല്ലാതെയും ഒക്കെ തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നറുക്കെടുപ്പിൻ്റെ പ്രത്യേകതയാണ്. ആ നറുക്കെടുപ്പിലാണിപ്പോൾ ഒന്നാം സമ്മാനം കോട്ടയത്തേക്ക് പോയിരിക്കുന്നത്.